ഹായ് ഫ്രണ്ട്സ്, നമ്മൾ തേങ്ങ പൊളിച്ചിട്ട് കിട്ടുന്ന ഈ ഒരു ചകിരി ഉണക്കിയിട്ട് നമ്മൾ വിറകിൻ്റെ കൂടെ കത്തിക്കാറാണ് പതിവ്. ഇനി മുതൽ നിങ്ങൾ അങ്ങനെ വെറുതെ കത്തിച്ച് കളയണ്ട. നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വീട്ടിൽ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് നല്ല യൂസ്ഫുൾ ടിപ്സുകളെല്ലാം ചേർത്ത് വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയുടെ പ്രത്യേകത എന്ന് പറയുന്നത് 2024 അവസാനത്തെ വീഡിയോ ആണ് കേട്ടോ. അത് നമ്മൾ അവസാനത്തെ ദിവസമാണ് അപ്ലോഡ് ചെയ്യുന്നത്. 2025 എന്നുള്ളത് എല്ലാ കൂട്ടുകാർക്കും സർവ്വ ഐശ്വര്യങ്ങളോടും കൂടിയും സമ്പൽ സമൃദ്ധിയും സർവ്വ ആരോഗ്യത്തോടും കൂടിയുള്ള ഒരു വർഷമായിരിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മളെല്ലാവരും വീടുകളിൽ ഇതുപോലെ ചകിരികൾ ഉപയോഗിക്കാറുണ്ട്. അത് പല രീതിയിലും പല ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതിപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് ഇപ്പോൾ കുറച്ച് ഒരു പച്ച കളർ നല്ല ഉണങ്ങാത്ത ചകിരിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ നാര് എന്ന് പറയുന്നത് നല്ല സോഫ്റ്റ് ആയിരിക്കും. നമുക്ക് ഒട്ടും തന്നെ എടുക്കാനോ അല്ലെങ്കിൽ അത് ഉപയോഗിക്കാനോ ഒട്ടും തന്നെ ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നാരുകളായിരിക്കും. നമ്മളിപ്പോൾ അതിൽ നിന്നിങ്ങനെ ഇതുപോലെ അടർത്തി എടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് വരികയും ചെയ്യും. കുറച്ച് നല്ല മൂത്ത് ഉണങ്ങിയിട്ടുള്ള തേങ്ങയാണ് വെച്ചാൽ അതിങ്ങനെ നാര് എടുക്കാനേ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് കുറച്ച് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കാരണം നമുക്ക് പെട്ടെന്ന് എടുക്കുകയും ചെയ്യാം. ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ടുള്ള ഈ ചകിരി നാര് വെച്ചിട്ട് നമുക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. എല്ലാവർക്കും അറിയാം, പല ആളുകളും പല രീതിയിലും ഇത് ഉപയോഗപ്പെടുത്താറുണ്ട്. അപ്പോൾ ഈ നാര് ഇങ്ങനെ നമ്മളിങ്ങനെ ഇതാക്കുന്ന സമയത്ത് അതൊന്ന് ഒരുപാട് പൊടികൾ നമുക്ക് വീണ് കിട്ടും. അപ്പോൾ അതൊക്കെ നമുക്ക് എടുത്തിട്ട് ഒരു മാറ്റി വയ്ക്കാം കേട്ടോ. ഇതും നമുക്ക് ആവശ്യമുള്ള ഒന്നാണ്. അപ്പോൾ ഇപ്പോൾ ഇത് തൽക്കാലം ഞാൻ എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇതുപോലെ ചകിരിനാര് ഉപയോഗിച്ചിട്ട് പാത്രം കഴുകുന്ന ഒരുപാട് വീട്ടമ്മമാരുണ്ട് നമ്മുടെ കേരളത്തിൽ. അപ്പോൾ അങ്ങനെയുള്ള ഈ ഒരു ചകിരിനാര് ഇതുപോലെ ഞാനൊരു നെറ്റ് കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഒരേ ഭാഗം നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ട് ചകിരിനാരിനെ ഇതുപോലെ വെച്ചതിന് ശേഷം ഈ നെറ്റിനുള്ളിലൂടെ ഇത് വെച്ച് കൊടുക്കണം കേട്ടോ. അതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് നെറ്റിനകത്ത് ഈ ഒരു ചകിരിയുടെ നാര് വരുന്ന രീതിയിലാക്കിയിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് റബ്ബർ വെച്ചിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ സൂപ്പർ മാർക്കറ്റുകളിലെല്ലാം നമുക്ക് കിട്ടും. നാച്ചുറൽ ആയിട്ടുള്ള സ്ക്രബ്ബറാണെന്ന് പറഞ്ഞിട്ട് കുളിക്കുന്ന സമയത്ത് ഉപയോഗിക്കാനും അല്ലാന്നുണ്ടെങ്കിൽ പാത്രങ്ങളൊക്കെ നല്ലതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനൊക്കെ ഇങ്ങനത്തെ സ്ക്രബ്ബറുകൾ നമ്മൾ പലപ്പോഴായിട്ട് നമുക്ക് മാർക്കറ്റിൽ കിട്ടാറുണ്ട്. അപ്പോൾ ഇനി മുതൽ നിങ്ങളിത് കടയിൽ നിന്ന് വാങ്ങിക്കുകയേ വേണ്ട. പാത്രം കഴുകാൻ മാത്രമല്ല ഇത് ഉപയോഗിക്കുക എന്നുള്ളത്. നമുക്ക് സാധാരണ പല ആളുകളും നന്നായിട്ട് സോപ്പൊക്കെ തേച്ച് സ്ക്രബ് ചെയ്ത് കുളിക്കുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ ഇത് ഒരുപാട് യൂസ്ഫുള്ളാണ്. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നാരുകളായത് കാരണം തന്നെ നമുക്ക് ദേഹത്തൊക്കെ തേക്കുന്ന സമയത്ത് ഒട്ടും തന്നെ വേദന അനുഭവപ്പെടില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഞാനിതിൽ സോപ്പ് ഇട്ടിട്ട് എങ്ങനെയാണ് അത് പത വരുന്നതെന്ന് കൂടി കാണിച്ചിട്ട് നല്ല രീതിയിൽ പതഞ്ഞ് കിട്ടുകയും ചെയ്യും. ഈ ഒരു നാര് നമ്മൾ നെറ്റിനകത്ത് വെച്ചത് കാരണം ചകിരിനാര് പുറത്തേക്ക് വന്നിട്ട് നമുക്ക് മറ്റു ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതെന്തായാലും നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത എന്താണെന്ന് നോക്കാം. നമ്മൾ ചെറിയ ചക്കയോ വലിയ ചക്കയോ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും അതിന് കറ വരും. അപ്പോൾ ആ കറ നമ്മൾ ഈസി ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാനായിട്ടുള്ള ഇതാണ് കേട്ടോ. ഇതുപോലെ ഒരു ചകിരിയുടെ ഒരു ഇതെടുക്കുക. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് തുടച്ച് കൊടുക്കുന്ന സമയത്ത് എല്ലാം തന്നെ ആ കറയെല്ലാം നമുക്ക് ഈ ചകിരിയിൽ പോന്ന് കിട്ടും കേട്ടോ. അത് പിന്നെ വേറെ എവിടെയും നമ്മളുടെ തുണികളിലോ മറ്റ് ഭാഗത്തോ എവിടെയും ആവാതെ നമുക്ക് നീറ്റായിട്ട് തുടച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതെന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്തത് ഞാൻ ചകിരി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം അതൊന്ന് കുറച്ച് ചകിരി നമ്മൾ നാര് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് ഇതേപോലെ ഒരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ കുറച്ച് മുന്നേ എടുത്ത് വെച്ചില്ല ചകിരി നാര് എടുക്കുന്ന സമയത്ത് ഇതുപോലത്തെ കുറേ അതിൻ്റെ ഡസ്റ്റ് വീണിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ ചന്ദനത്തിരി ഇല്ലേ, അങ്ങനെ ആ ചന്ദനത്തിരി 1 or 2 എടുക്കുക. എന്നിട്ട് ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടായിരുന്നു ആ ചന്ദനത്തിരി എടുക്കുക. ചന്ദനത്തിരി മാത്രമാക്കി എടുക്കുക. അതിന് കമ്പ് വേണമെന്നില്ല. ചന്ദനത്തിരി അതൊന്ന് ഇതേപോലെ അങ്ങനെ പൊടിച്ചെടുത്താലും മതി. എന്നിട്ട് ആ ചകിരിയുടെ മുകളിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ സന്ധ്യാസമയങ്ങളിൽ എന്തായാലും കൊതുക് നമ്മളെ വീട്ടിലേക്ക് വരാതിരിക്കില്ല. എല്ലാ ആളുകൾക്കും പഴയുള്ള എല്ലാ ആളുകൾക്കും അറിയണ്ടാവും ചകിരിയിൽ തീയിട്ട് കനലിട്ട് കഴിഞ്ഞിട്ട് നന്നായിട്ട് പുകച്ച് കഴിഞ്ഞാൽ വീടിനകത്ത് ഒരു തരത്തിലുള്ള പ്രാണികളും കൊതുകുകളും ഒന്നും നമ്മളെ ശല്യം ചെയ്യില്ല. അപ്പോൾ അങ്ങനെ ഈ പുകയ്ക്കുന്ന സമയത്ത് ഇതുപോലെ ചന്ദനത്തിരിയോ അല്ലെങ്കിൽ സാമ്പ്രാണി ഇല്ലെങ്കിലും കൂടി കുഴപ്പമില്ല. ഇതുപോലെ ഒരു ചന്ദനത്തിരി ഇതുപോലെ പൊടിച്ചിട്ട് ഇതിലിട്ട് കഴിഞ്ഞതിന് ശേഷം ഒന്ന് കത്തിച്ച് അതിൽ പുക ഉണ്ടാക്കിയെടുത്തിട്ട് ആ പുക നമ്മുടെ വീടിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആക്കി കഴിഞ്ഞാൽ എല്ലാ മുക്കിലും മൂലയിലുള്ള എല്ലാ കൊതുകുകളുടെയും
അതേപോലെ തന്നെ പ്രാണികളുടെ എല്ലാ ശല്യം തീർന്നു കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾ ചന്ദനത്തിരി ഇല്ല, ഇനി സാമ്പ്രാണി ഇല്ല എന്നാലും കുഴപ്പമില്ല. നിങ്ങൾ ഈ വെറും ഇതേപോലത്തെ ചകിരി ഒന്ന് പുകച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിലുള്ള എല്ലാ കൊതുകും പോകും കേട്ടോ. അപ്പോൾ നമ്മൾ ചന്ദനത്തിരി ഇട്ടതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ വീടിൻ്റെ മുഴുവൻ എല്ലാ ഭാഗത്തും നല്ലൊരു സുഗന്ധം നിലനിൽക്കുകയും ചെയ്യും. അതോടൊപ്പം നല്ലൊരു പോസിറ്റീവ് എനർജി, അതായത് പോസിറ്റീവ് ഒരു ഫീല് നമുക്ക് കിട്ടുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചന്ദനത്തിരി കൂടി ആഡ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ചെയ്യുമ്പോൾ കുട്ടികൾ ആരും തന്നെ ചെയ്യുകയും ചെയ്യരുത്. പിന്നെ കുട്ടികളുടെ കൈ എത്തുന്ന ദൂരത്ത് ഇതൊന്നും വെക്കാനും പാടില്ല കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇതിൽ നിന്ന് ഞാൻ ആദ്യം ഒരു ചകിരി എടുക്കുന്നുണ്ട്. ഈ ചകിരി എന്താണെന്ന് വെച്ചാൽ ഒന്ന് കട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ കട്ട് ചെയ്യുന്നത് ഏത് ഭാഗത്തു കൂടെ ഒന്ന് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട് ഞാൻ അതുപോലെ ഒരു മാർക്കിങ് കൊടുക്കുന്നുണ്ട്. ഏതാനും ഒരു പകുതിയോളം വരുന്ന രീതിയിൽ ഇങ്ങനെ ഒരു മാർക്കിങ് കൊടുത്തതിന് ശേഷം അവിടെ നമ്മൾ കട്ട് ചെയ്യണം കേട്ടോ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു വീതി കുറഞ്ഞ ചകിരിയിലും ഞാൻ അതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ 2 പീസിലാണ് ഇപ്പോൾ മാർക്ക് ചെയ്യുന്നത് കട്ട് ചെയ്യാനായിട്ട്. അങ്ങനെ ഒരു ചകിരി കട്ട് ചെയ്താൽ തന്നെ നമുക്ക് സ്വാഭാവികമായിട്ട് 2 പീസ് കിട്ടും. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്തെടുക്കുന്ന ഈ ഒരു ചകിരിയിൽ ഇനി നമുക്കിന്നൊരു ബ്രഷ് രൂപത്തിലാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ കട്ട് ചെയ്യാനൊരു കത്തിയാണല്ലോ ഉപയോഗിച്ച്, ആ കത്തി തന്നെ ഉപയോഗിക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ കട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു ഭാഗം ഇതുപോലെ വെറുതെ ഒന്ന് ഇങ്ങനെ കൊത്തി കൊടുക്കുന്ന സമയത്ത് അതിനകത്തുള്ള ചെറുതായി നമ്മുടെ ഈ ചകിരീൻ്റെ ഒരു ഡസ്റ്റ് ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് പോയി കിട്ടും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഇതേപോലെ കൊത്തി കൊടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ ചെയ്തിട്ടുള്ള ഈ ഒരു ബ്രഷ് വെച്ചിട്ട് നമുക്ക് അടുക്കളയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മുടെ കിച്ചണിലുള്ള ടൈൽസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല, അഴുക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കത് ക്ലീൻ ചെയ്തെടുത്തും ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ബാത്റൂമുകളിലുള്ള ടൈല് ടാപ്പുകളൊക്കെ നമുക്ക് കറ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് അത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതുകൂടാതെ തന്നെ നമുക്ക് ഈ ഒരു ബ്രഷ് വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഇനി ആർക്ക് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. പണ്ട് കാലം മുതലേ എല്ലാ വീടുകളിലും ഇത് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ മലപ്പുറം ഭാഗത്തൊക്കെ എല്ലാ വീടുകളിലും ഈ ഒരു സംഭവം ഉണ്ടായിരിക്കും. അപ്പോൾ ഇതുപോലെ ഞാൻ വീതി കുറഞ്ഞിട്ട് കട്ട് ചെയ്തെടുത്തിട്ടില്ലേ, അതിൽ കുറച്ച് സോപ്പ് എടുത്തതിന് ശേഷം നമ്മൾ കുളിക്കുന്ന സമയത്ത് നമ്മുടെ കാൽവിരലുകൾ നല്ലതുപോലെ ഉരച്ച് ക്ലീൻ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നഖങ്ങളൊക്കെ നല്ല അഴുക്കില്ലാണ്ട്, ഒട്ടും തന്നെ അഴുക്കില്ലാണ്ട് നല്ല ക്ലീനാക്കി എടുക്കുക കേട്ടോ. നമ്മുടെ ഉപ്പുറ്റി ഭാഗത്ത് വരുന്ന അഴുക്കുകൾ, നമ്മളെ കുറച്ച് കാലിൻ്റെ താഴ്ഭാഗത്തുണ്ടാകുന്ന ഹാർഡായിട്ട് നിൽക്കുന്ന ഭാഗത്തൊക്കെ നല്ലതുപോലെ അഴുക്ക് പിടിച്ചിട്ടുണ്ടാവും. അതൊക്കെ ഇത് വെച്ചിട്ട് നല്ല ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഏത് കുട്ടികൾക്കും ഇത് ഉപയോഗിക്കാം, ഒട്ടും തന്നെ വേദന ഉണ്ടാവില്ല. നമ്മൾ ഒരു പച്ച കളറിലുള്ള തേങ്ങയുടെ ചകിരി വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിരിക്കും, നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാനും കൂടി പറ്റും കേട്ടോ. ഞങ്ങളുടെ മലപ്പുറത്തുകാരുടെ എല്ലാ വീടുകളിലും ഇങ്ങനൊരു സംഭവം പണ്ട് മുതലേ ഉണ്ടാവാറ്. ഇപ്പോൾ ഉണ്ടോയെന്നറിയില്ല, പണ്ട് എല്ലാവരുടെ വീട്ടിലും ഇത് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ഒരുപാട് ബ്രഷുകളും മറ്റു കാര്യങ്ങളൊക്കെ വെച്ച് ഇത് യൂസ് ചെയ്യുന്നതിനേക്കാളും നമ്മൾ വീട്ടിലിത് ദിവസവും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു ബ്രഷ് വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കാലുകൾ എന്നും സുന്ദരമായിരിക്കും. അപ്പോൾ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ലതുപോലെ അഴുക്ക് പിടിച്ചുള്ള ഒരു ഷർട്ടാണ്. അതിൻ്റെ കോളറിൽ നല്ലതുപോലെ അഴുക്കുണ്ട് കേട്ടോ. നമുക്ക് വെറും 2 മിനിറ്റ് കൊണ്ടാണ് ഇത് ക്ലീൻ ചെയ്തെടുക്കുന്നത്, ഒട്ടും തന്നെ ബുദ്ധിമുട്ടും ഇല്ലാതെ. നമ്മൾ സാധാരണ എന്നുവെച്ചാൽ നമുക്ക് കൈ ഒഴിച്ച് തിരുമ്പുകയാണെങ്കിലും ഒരുപാട് ടൈം എടുക്കും, ബുദ്ധിമുട്ടുമാണ്. എത്ര അഴുക്ക് പിടിച്ച തുണി നമുക്ക് പെട്ടെന്ന് ഇതുപോലെ ഇത് ചകിരീൻ്റെ ഇത് വെച്ചിട്ട് സിമ്പിളായിട്ട് ക്ലീനാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അതാ പെട്ടെന്ന് തന്നെ കേട്ടോ അഴുക്കെല്ലാം പോയി കിട്ടി. നമ്മൾ കല്ലിൽ വെച്ച് തുണി വെച്ച് ഉരയ്ക്കുന്ന സമയത്ത് തുണി പെട്ടെന്ന് ഡാമേജ് ആവും. അല്ലെങ്കിൽ ബ്രഷ് വെച്ച് ഉരയ്ക്കുന്ന സമയത്തും പെട്ടെന്ന് തുണി കേടുവരും കേട്ടോ. അല്ലെങ്കിൽ തുണികൾ നമ്മൾ കല്ലിൽ അടിച്ച് അലക്കിയാലും തുണി ഡാമേജ് ആവാറുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും സംഭവിക്കില്ല. തുണിയെ സോഫ്റ്റായിട്ട് ഹാൻഡിൽ ചെയ്ത് അഴുക്ക് കളയാം. പിന്നെ അതുകൂടാതെ തന്നെ നമ്മളിതുപോലത്തെ ബാഗുകൾ ഒക്കെ നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എല്ലാ ഭാഗത്തെ അഴുക്കും ഒരേപോലെ പോയിക്കൊള്ളണമെന്നില്ല. അപ്പോൾ എല്ലാ ഭാഗത്തും ഇതുപോലെ നമുക്ക് കുറച്ച് സോപ്പ് മാത്രം മതി കേട്ടോ. എന്നിട്ട് ഇത് വെച്ച് ഉരയ്ക്കുന്ന സമയത്ത് നന്നായിട്ട് ക്ലീനായി കിട്ടും. അപ്പോൾ ഇത് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് കൂടി ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക. മറ്റൊരു നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.